ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് പ്രിയൻ്റെ കല്യാണം കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വലിയൊരു വ്ളോഗാണ് ഇന്ന് വിചാരിക്കുന്നത്. ഞാൻ ആദ്യം ഷോർട്സ് ആയിട്ടോ വിചാരിച്ചത്, പിന്നെ ഞാൻ വിചാരിച്ചു കുറേയായി വ്ളോഗ് ഫുൾ വീഡിയോ എടുത്തിട്ട്, അപ്പോൾ ഇന്ന് എന്തായാലും ഫുൾ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് ഇതിൽ ഞാൻ എൻ്റെ ഗെറ്റ് റെഡി ഒക്കെ ഇൻക്ലൂഡ് ആക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഒട്ടും സമയം കിട്ടിയില്ല. രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്, പക്ഷെ ഒരുങ്ങുക എല്ലാവരും കൂടി, ഞാനും ഏടത്തിയമ്മയും ചേച്ചി എല്ലാവരും കൂടി ഒപ്പം ഒരുങ്ങുക. അപ്പോൾ അത് കാണുന്നില്ല, ഇത് കാണുന്നില്ല, റെഡിയാക്കി കൊടുത്ത് കുറേ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് അതെനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അത് ഇതിൽ ചേർക്കാൻ പറ്റില്ല. എൻ്റെ ഗെറ്റ് റെഡി പോയി. ഗെറ്റ് റെഡി എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഫേസ് മാസ്കും സംഭവങ്ങളൊക്കെ ഫേസ് മാസ്കും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ കുഞ്ഞു ക്ലിപ്പ് എടുത്തിട്ട് ഇതിലിടും കേട്ടോ. ഇപ്പോൾ താലി കെട്ടാൻ സമയമായിട്ടുണ്ട്. ഞാൻ കുറേ നേരമായി ഒരു ഇൻട്രോ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ ബഹളമൊക്കെ ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഇവിടെ കാറിൽ വന്നിട്ട് ആരുമില്ലാത്ത സമയം നോക്കിയിട്ട് വേഗം എടുക്കുക കേട്ടോ. എല്ലാവരും വന്നു തുടങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് വേഗം ഇനി താലി കെട്ടും സംഭവങ്ങളൊക്കെ കാണാം. ഇപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഒന്ന് ജസ്റ്റ് കാണിച്ചു തരിക, പിന്നെ ഇന്നത്തെ വിശേഷം അതൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പോയി കാണിച്ചു തരാം കേട്ടോ. ടാറ്റാ. ഗുഡ് മോർണിംഗ്. ഫേസ് മാസ്ക് ഇടണം, കുളിക്കണം, ഒരുങ്ങണം, പോകണം. ഇന്നലെ വൈകുന്നേരം എത്തിയതുകൊണ്ട് ഉറക്കം കൂടെ ശരിയായി. വല്യമ്മ എന്താ മോളെ ഉറക്കം പോയിട്ടില്ല, കണ്ണൊന്ന് വേഗം ഒരുങ്ങണ്ടേ നമുക്ക്? കുളിക്കട്ടെ. അമ്മ വിളിച്ചില്ലേ? ഫേസ് മാസ്ക് ഉണ്ടാക്കാം. കടലമാവോ എല്ലാവർക്കും ഉണ്ട്. മണത്തിരി ഒരാടല്ലേ മതിയോ? മതി. കടലമാവില്ലാത്തതുകൊണ്ട് നമ്മൾ അരിപ്പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓ ഓ വലിയ തേച്ചോ? പരിപാടി എന്തെങ്കിലും പരിപാടി ആയിക്കോട്ടെ, ഇങ്ങനെ എന്തെങ്കിലും രാവിലെ തേച്ചിട്ടുണ്ട് എന്താവും വലിയ തെളിച്ചം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പിന്നെ അങ്ങോട്ട് തിരക്കായതുകൊണ്ട് തന്നെ ഞാൻ ഒരുങ്ങണ വീഡിയോ ഒന്നും എനിക്ക് കിട്ടിയില്ല. എന്നാലും ഫ്രീ ആകുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ തേടാക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇവിടെ ഇത്രയും ദിവസത്തെ ഒരു സ്വപ്നമായിരുന്നു പ്രിയന്റെ കല്യാണം. ഡ്രസ് ഇടുക, ഒരുങ്ങുക, എല്ലാരെയും കാണുക, ആ സംഭവങ്ങളൊക്കെ. ഇന്നിപ്പോ രാവിലെ ഞാൻ ഗെറ്റ് റെഡി ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ സമയപരിധി കാരണം എല്ലാ തിരക്ക് അടിപിടി ഇടിപിടി എന്നൊക്കെ ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. വളരെ ഹാപ്പിയാണ് പ്രിയയുടെ കല്യാണം. ഇത്രയും ദിവസം സ്വപ്നം കണ്ടിരുന്നത്. ഞാനാണ് അത് അമർത്തിക്കോ, ലിപ്സ്റ്റിക് അമർത്ത്. പോയി ഞങ്ങൾ പ്രിയയുടെ കല്യാണത്തിന് പണ്ട് എത്ര ആഗ്രഹം മൂപ്പത്തേക്ക് ഓർത്തിട്ട് അതാണ് അമ്പികയ്ക്ക് കുട്ടിയാകുമ്പോൾ കാത്. ഞങ്ങൾ ഈ സ്പീഡ് കൂട്ടിയിട്ട് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ആരും ഇല്ല കേട്ടോ. പരിപാടി ഇവിടെ വെച്ചിട്ടല്ല, ഞങ്ങൾ വേഗം ചായ കുടിച്ചിട്ട് ഞങ്ങൾ ഈ സ്പീഡാക്കിയതിൻ്റെ മെയിൻ കാരണം ഫോട്ടോ എടുക്കാനാണ്. 2 ഫോട്ടോ എന്തായാലും നമുക്ക് വേണമല്ലോ. അപ്പോൾ പ്രിയേൻ്റെ ഒപ്പം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അമ്പലത്തിലോട്ട് പോന്നു. അവിടെ വെച്ചിട്ടാണ് താലികെട്ട്. അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോന്നു. അവിടെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ കുറച്ച് ഭാഗങ്ങൾ ഇവിടുത്തെ ഒക്കെ എടുത്തിട്ടുണ്ട്. ഒക്കെ ഞാൻ ഇതിൽ കുറച്ചായി കാണിക്കുന്നുണ്ട് കേട്ടോ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ കല്യാണത്തിന് ഞങ്ങൾക്കാണ്. ഇപ്പം ഞാൻ തീരെ കുത്തിയാണ്. ചേച്ചിക്ക് പൗഡർ വാങ്ങാൻ പോയപ്പോൾ ഈ വെള്ളം മേടിച്ചു. പൗഡർ മേടിച്ചു തന്നിട്ട്
പൗഡർ ചിലപ്പോ ചോദിച്ചു മണിക്ക് പാലോ കണ്ടു കാട്ടാൻ പറയണ്ടേ പോസ്റ്റ് പറഞ്ഞെടുക്കുന്നത് കാണണം ഓളെ വലിയ കണ്ട ഇവൾക്ക് തോന്നുന്നു പല്ലണ്ടിക്ക് കുറച്ച് പല്ലുള്ളേ ആളെ വലിയ സാരി എടുക്കാൻ വല്യമ്മ പിന്നെ ഇത് ഇപ്പൊ പിന്നെ പ്രായം തോന്നിക്കൂലോ ആരാ മൂത്തത് ആരാ ഇളയത് പറഞ്ഞോ കുട്ടിമാനെ കുറിച്ച് 2 വാക്ക് പറയും ഈ അമ്മ ഭയങ്കര ബുദ്ധിയാണല്ലോ ചെറുപ്പത്തിൽ ഇവര് ഭയങ്കര അടിയായിരുന്നു വല്യമ്മ പിന്നെ ബിസി ആയിരുന്നു ഇവരൊക്കെ ഒരു ടീമായിരുന്നു പ്രതീക്ഷയുടെ പിന്നെ അറിയോ അറിയില്ലത്രേ തരും അല്ല അറിയും ഇതെന്റെ അമ്മമ്മയുടെ അനിയത്തി ഇതിങ്ങനെ നിക്ക വീഡിയോയാണേ അറിയാൻ പാടില്ല കുട്ടി പോരല്ലേ കുട്ടി ഇത്ര ദിവസം പോരാറുണ്ട് പോകാറും തുടങ്ങി പോയി കടയിൽ കുട്ടി വലുപ്പം വെച്ചോ അമ്മമ്മയുടെ ആ ഒരു സെറ്റ് കൊണ്ടൊക്കെ അമ്മമ്മ അടിപൊളിയാണ് കേട്ടോ ഫാഷൻ ആയിരുന്നു അടിപൊളിയാണ് സെറ്റ് കൊണ്ട് മാത്രമൊന്നല്ല കേട്ടോ അങ്ങനെ ഓള് പോകണമെന്ന് എനിക്ക് അറിയാം ഉള്ളത് അടിപൊളി വീഡിയോ ഞങ്ങൾ രണ്ടാമത്തെ മാമൻ എന്താ പറയാനുള്ളത് എന്താ എന്നാലും മോളെ കല്യാണത്തിന് മോള് പോകുമ്പോ അച്ഛ കരയാണ് പിന്നതിന് അത് വെറും പൊട്ടപ്പണിയാണ് ഡയലോഗേ അത് മാത്രം റീൽസ് എന്താ മാസം ഡയലോഗ് ഹായ് സുഖല്ലേ അടിപൊളി അവിടെ കുട്ടി അതിന് ആവി ഒളിക്കാണ് അടുത്തോ കുറച്ച് ഇടാക്കി വിശന്ന് പണ്ടാരായിരുന്നു പൈമോള് വിശക്കുന്നുണ്ട് പറയും ഞാൻ ഇതാണ് ഇതിന്റെ ലാസ്റ്റ് എൻഡിങ് വീഡിയോ. പിന്നെ അങ്ങോട്ട് എനിക്ക് തിരക്കായതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ഒരു ഉച്ചക്ക് നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം രാത്രി ഇതാ പുത്തനങ്ങാടി വന്ന് നല്ല വിശപ്പുണ്ട്. അവിടുന്ന് വരുമ്പം തന്നെ മണം, എന്തിൻ്റെ മണം,
മൂക്കിലടിച്ച് കോട്ടയത്തിലുള്ള സമയത്ത് വലിയ നീർവോയിച്ച് വരുന്ന ഓർമ്മ ചെയ്തത് നല്ലൊരു മണമുണ്ട്. അപ്പൊ നമ്മൾ ഇത് കൂട്ടി ഇനി ഒരു ചോറും കൂടി കഴിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഓക്കെ. ദാഹശമനിക്ക് ഇതാണ് കൊമ്പൂസ. കൊമ്പൂസ എന്ന് വെച്ചാ രസം. ഇതൊക്കെയാണ് ഒരു കണ്ടന്റ്. റീനോട്ട് ഇത് എന്ത് മീനായിരുന്നു? ആവോലി. ഇതെന്റെ റീനി വേട്ടൻ. ശുഭം.